أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين. സദഖല്ലാഹു അൽ-അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹാഖയിലെ 38 മുതൽ 43 കോടി ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ ഉഖസിമു ബിമാ തുബ്സിറൂൻ. ഫലാ ഉഖസിമു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നവയെക്കൊണ്ട്. വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവയെക്കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഫലാ ഉഖസിമു ബിമാ തുബ്സിറൂന വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നവയെക്കൊണ്ടും നിങ്ങൾ കാണാത്തവയെക്കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു, തീർച്ചയായും ഇത്, ലഖൗലു, വാക്കാകുന്നു, റസൂലിൻ, ഒരു ദൂതൻ്റെ, കരീം, മാന്യനായ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ്. വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ. വമാ ഹുവ, അതല്ലതാനും, ബിഖൗലി ശാഇരിൻ, ഒരു കവിയുടെ വാക്കല്ല. ഖലീലം മാ തുഅ്മിനൂൻ, നിങ്ങളിൽ അല്പം മാത്രമേ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വമാ ഹുവ ബിഖൗലി ശാഇരിൻ, ഇതൊരു കവിയുടെ വാക്കല്ല. ഖലീലം മാ തുഅ്മിനൂൻ, നിങ്ങൾ അല്പം മാത്രമേ മനസ്സിൽ വിശ്വസിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിനിൻ ഖലീലം മാ തദക്കറൂൻ. വലാ ബിഖൗലി കാഹിനിൻ, ഒരു ജ്യോത്സ്യൻ്റെ വാക്കുമല്ല ഇത്. ഖലീലം മാ തദക്കറൂൻ, നിങ്ങൾ അല്പം മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ. വലാ ബിഖൗലി കാഹിനിൻ, അതൊരു ജ്യോത്സ്യൻ്റെ വാക്കല്ല. ഖലീലം മാ തദക്കറൂൻ, നിങ്ങൾ അല്പം മാത്രമേ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ഗ്രഹിക്കുന്നുള്ളൂ, മനസ്സിലാക്കുന്നുള്ളൂ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. തൻസീലുൻ, ഇത് ഇറക്കപ്പെട്ടിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു, മിർ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിൽ നിന്നും. തൻസീലുൻ, അത് ഇറക്കപ്പെട്ടിരിക്കുന്നു, മിർ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിൽ നിന്നും. നേരത്തെ നരകവാസികൾക്ക് ലഭിക്കാൻ പോകുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വലാ ത്വആമുൻ ഇല്ലാ മിന ഗസ്ലീൻ ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ. പാപികൾ മാത്രം ഭക്ഷിക്കുന്ന വളരെ മോശമായ ഭക്ഷണം, ഗസ്ലീൻ എന്ന് പറയുന്ന നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചോരയും നീരും ചലവുമൊക്കെ കലർന്നിട്ടുള്ള കെടുനീര് മാത്രമേ അവർക്ക് ഭക്ഷിക്കാനുള്ളൂ. അതാകട്ടെ പാപികൾ മാത്രമേ ഭക്ഷിക്കൂ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി. പിന്നീട് അള്ളാഹു പറയുന്നത്, ഫലാ ഉഖസിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നവയെക്കൊണ്ടും കാണാത്തവയെക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നു. അതായത് സകല ചരാചരങ്ങളും സമഗ്രമായി ഉൾക്കൊള്ളുകയാണ് ഇവർ. കാണുന്നവയും കാണാത്തവയുമായി ഈ രണ്ട് ഭാഗത്തിൽ നിന്ന് യാതൊന്നും ഒഴിവാകുന്നില്ല. സൃഷ്ടാവിനെയും സൃഷ്ടിയെയും ദുനിയാവിനെയും ദേഹത്തെയും ദേഹിയെയും മനുഷ്യനെയും ജിന്നിനെയും ആത്മീയതയെയും ബാഹ്യത്തെയും അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് സത്യം. ഇങ്ങനെയൊക്കെ സത്യം ചെയ്ത് എന്താ പറയുന്നത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് ഒരു ദൂതൻ്റെ വാക്കാണ്. ആ ദൂതൻ എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്നും അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നും രണ്ട് പക്ഷമുണ്ട്. പക്ഷേ കുറച്ചുകൂടി
ഇനി തുടർന്ന് വരുന്ന ആയത്തുകളോട് അടുത്ത് നിൽക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിട്ടാണ് നമ്മിലേക്ക് അത് എത്തുന്നത്. വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷായിർ, കവി എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നത് കവിതയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഇതൊരു കവിയുടെ വാക്കല്ല എന്ന് പറയുമ്പോൾ അത് പ്രവാചകൻ്റെ വാക്കല്ല. പ്രവാചകൻ കവിയല്ല. പ്രവാചകൻ ആണ് ഇത് കൊണ്ടുവന്നതെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഒരു കവിയല്ല. ഈ ഖുർആൻ കവിതയാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ചൊല്ലി നോക്കിയിരുന്നില്ല. തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ. അങ്ങനെ പാടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് അടുത്ത വരി കൂടി 2 വരികൾ ചേരുമ്പോഴേ ഒരു കവിതയുടെ ഏറ്റവും മിനിമം ആവുകയുള്ളൂ. അടുത്ത വരി ഒരിക്കലും മിമ്മാ തുഹിബ്ബു എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഒരിക്കലും കവിതയാക്കി ചെല്ലാൻ കഴിയില്ല. 2 വരികൾ ഒരിക്കലും ഒരു കവിതയുടെ പൂരണം എന്ന് പറയുന്നത് ഈ ഖുർആനിൽ ഇന്നത്തെ കാലം വരെ അള്ളാഹു വെല്ലുവിളിച്ചതാണ്. ഇത് കവിതയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ആർക്കും അതിൽ നിന്ന് 2 വരി ഒരുമിച്ച് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് പറഞ്ഞത് വമാ ഹുവ ബിഖൗലി ഷായിരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിനിൻ. അതേപോലെ തന്നെ ജ്യോത്സ്യൻ്റെ വാക്കല്ല. ജ്യോത്സ്യന്മാർ പറയാന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അവർ ചില ഗ്രഹങ്ങളുടെ നിലനിൽപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാറുണ്ട്. അതുമായിട്ടും ഇതിനെ ബന്ധപ്പെടുത്തിക്കൂടാ. കാരണം അത് വാസ്തവ വിരുദ്ധമായ സംഗതികളായിരിക്കും അധികം ഉണ്ടാവുക. ഖലീലമ്മ തദക്കുറ, നിങ്ങൾ അല്പം മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ചില ജ്യോത്സ്യന്മാരിങ്ങനെ പറഞ്ഞിട്ട് ഒക്കുന്നുണ്ടല്ലോ എന്നതല്ല, ഒക്കാത്തത് ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ജ്യോത്സ്യൻ്റെ വാക്കല്ല. പിന്നെ ആരുടെ വാക്കാ? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വാക്കാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ദൂതൻ്റെ വാക്കാണ്. ദൂതൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ദൂതന് എവിടെ നിന്ന് കിട്ടി? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്, അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്നാണ് ഇതിൻ്റെ വസ്തുത. മനസ്സിലാക്കുക. ഖുർആൻ നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഖുർആനെ സംബന്ധിച്ച് തദബ്ബുർ, അതിൻ്റെ പരിസരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൂടി നമ്മൾ തയ്യാറാവുക. നന്നായി പാരായണം ചെയ്യുക. നന്നായി ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. വന്നുപോയ അപരാധങ്ങൾ പൊറുക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.